ഇനി അടുത്ത നമുക്ക് ഡീംഡ് അസസിയാണ് പറയുന്നത്. ഡീംഡ് അസസി എന്ന് പറയുമ്പോൾ ഒരു പേഴ്സൺ എന്ന് വെച്ചാൽ ഹൂ ഈസ് ഡീംഡ് ടു ബി ആൻ അസസി ഫോർ സം അതർ പേഴ്സൺ ഈസ് കാൾഡ് ഡീംഡ് അസസി. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാളുടെ മരണത്തിന് ശേഷം അയാളുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവായിട്ടുള്ള ഒരാൾ വിൽ ബി ട്രീറ്റഡ് ആസ് ആൻ അസസി ഫോർ ദ ഡിസീസ്ഡ് പേഴ്സൺ. എന്നുവെച്ചാൽ ആഫ്റ്റർ ഡെത്ത് ഓഫ് എ പേഴ്സൺ ഹിസ് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് വിൽ ബി ട്രീറ്റഡ് ആസ് ആൻ അസസി ഫോർ ദ ഡിസീസ്ഡ് പേഴ്സൺ. അതിനെയാണ് ഡീംഡ് അസസി എന്ന് പറയുന്നത്. ഇനി അസസി ഇൻ ഡിഫോൾട്ട് എന്ന് പറയുമ്പോൾ വെൻ എ പേഴ്സൺ ഈസ് റെസ്പോൺസിബിൾ ആണ് ഫോർ ഡൂയിങ് എനി വർക്ക് അണ്ടർ ദ ആക്ട് പ്രകാരം ഏതൊരു വർക്ക് ചെയ്യാനോ അയാൾ റെസ്പോൺസിബിൾ ആണ്. ആൻഡ് ഹീ ഫെയിൽസ് ടു ഡൂ ഇറ്റ്, എന്നാൽ അയാളത് ചെയ്യാൻ ഫെയിലായി പോയി. ഹീ ഈസ് കാൾഡ് ആൻ അസസി ഇൻ ഡിഫോൾട്ട്. ആ ചെയ്യേണ്ട കാര്യം ചെയ്യാതെ ഡിഫോൾട്ട് ചെയ്തു. ഇപ്പോൾ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഇഫ് എ പേഴ്സൺ വൈൽ മേക്കിംഗ് എനി പേയ്മെൻറ്റ് ടു അനദർ പേഴ്സൺ ഈസ് റെസ്പോൺസിബിൾ ടു ഡിഡക്റ്റ് TDS എന്ന് വെച്ചാൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. അയാൾ റെസ്പോൺസിബിളായിട്ടുള്ളൊരു കാര്യം അയാൾ ചെയ്യാതിരുന്നു. ഇപ്പോൾ TDS എന്ന് പറയുന്നത് എന്തുവാ? ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. Does not deduct TDS, he will be treated as an assessee in default.